ശ്രീ പി ജോഷി തുടരുന്നുണ്ട്, വാർഡ് മെമ്പറാണ്. ശ്രീ പി ജോഷി, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ നമുക്ക് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം ഇതിപ്പോൾ വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു, ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു എങ്ങനെയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്, എന്തൊരു നടപടി ഉണ്ടാകുമെന്നത്? ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഇവിടെ ഇനി വരും കാലങ്ങളിൽ ഈ വന്യമൃഗശല്യം ഉണ്ടാവാതിരിക്കാനുള്ള ഫെൻസിങ്, അതുപോലെ തന്നെ ട്രെഞ്ച്, ഇത് ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾക്ക് ഓരോരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നതോറും ഈ മരണത്തിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗശല്യം മൂലമുള്ള ഈ മരണത്തിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആനയായിട്ടും കാട്ടുപോത്തായിട്ടും ജനങ്ങള് ഓരോ ദിവസങ്ങള് ആക്രമണം കൊണ്ട് മരിച്ചു വീഴുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, സ്വസ്ഥമായിട്ടും സമാധാനത്തോടും ജീവിക്കാൻ ഒരു സംവിധാനം സർക്കാർ ഞങ്ങൾക്ക് ഒരുക്കി തരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അവിടെ ഈ മുൻപും ഈ ഫെൻസിങ്ങിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം കാണാൻ ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത്? ഈ കുട്ടമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മേഖല ഫോറസ്റ്റ് ആണ്. ഞങ്ങളുടെ 523 സ്ക്വയർ കിലോമീറ്റർ ഏരിയയുള്ള പഞ്ചായത്തിൽ അതിന്റെ ഏറ്റവും മെജോറിറ്റി 500-ലധികം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഫോറസ്റ്റ് ആണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ജനവാസ മേഖലകളുള്ളത്. അപ്പോൾ നമ്മൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ ഫണ്ട് കൊണ്ട് ഈ സ്ഥലങ്ങൾ മുഴുവൻ ഫെൻസിങ് ഏർപ്പെടാൻ സാധിക്കില്ല. അതിന് സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ സ്വത്തായിട്ടുള്ള ഈ വന്യമൃഗങ്ങളെ സർക്കാർ സംവിധാനത്തിൽ തന്നെ ഈ കാടിനുള്ളിൽ നിയന്ത്രിച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിനാണ് ജനങ്ങൾ ഇവിടെ രോഷാകുലരായി ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനു മുൻപ് ഈ പരാതി കൊടുത്തിട്ടുള്ളതല്ലേ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച്, അപ്പോഴൊക്കെ എന്താണ് മറുപടി ലഭിച്ചിരുന്നത്? ഞങ്ങൾക്ക് ഒരു വർഷം മുൻപാണ് ഇതിന് തൊട്ടപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പിണോർക്കുടിയിൽ ആദിവാസി യുവാവിനെ ഇതുപോലെ തന്നെ കുളിക്കാൻ പോയൊരു യുവാവിനെയാണ് അന്ന് വൈകുന്നേരം ഏകദേശം 6-7 മണിയോട് വിട്ട് ഈ ഒരു കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അന്ന് ഇവിടെ വന്ന് ഇതുപോലെ DFOയും അതുപോലെ തന്നെ ആളുകളെല്ലാം വന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്ന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ട്രെഞ്ച് താത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയെടുത്ത് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇതുവരെയായിട്ടും ട്രെഞ്ചിന്റെ ഒരു പ്രാരംഭ പണികൾ നടന്നിട്ടില്ല. അന്ന് അത്രയും അടിയന്തരമായി തന്നെ ട്രെഞ്ച് ഇവിടെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി കിട്ടുന്നില്ല. അത് നടപ്പിലാക്കി വൈകി വരുമ്പോഴത്തേക്കും വീണ്ടും ആളുകൾ മരണപ്പെടുകയാണ്. അതെന്തായിരുന്നു ഇപ്പോൾ ഒരു വർഷമായി എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അധികൃതരോട് ബന്ധപ്പെട്ടിരുന്നില്ലേ? എന്താണ് ഈ സംഭവം ഇങ്ങനെ നടക്കാത്തതെന്ന്? ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന്റെ നടപടികൾ ഉണ്ടായി. ഇപ്പോൾ അതിന്റെ ട്രെഞ്ചിന്റെ നടപടികൾ തുടങ്ങാമെന്ന് അടുത്ത് തന്നെ തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമുക്കുള്ള വിവരം. പക്ഷേ ഇത് ഓരോരോ മേഖലകളിലും ഒരു പിണർക്കുടിയിൽ സംബന്ധിക്കും അവിടെ മാത്രം വന്ന് ഒരു ഉറപ്പ് നൽകിയിട്ട് പോകുന്നു. ഇന്നിപ്പോ ക്രാച്ചേരി സംഭവിച്ചപ്പോൾ ഇവിടെ ഈ 1 കിലോമീറ്റർ ഫെൻസിങ്ങും അല്ലെങ്കിൽ ഈ 1 കിലോമീറ്റർ സ്ട്രീറ്റ് ലൈറ്റും ഇടാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. നാളെ അത് കുട്ടമ്പയിൽ സംഭവിക്കാം, നാളെ പൂയംകുട്ടിയിൽ സംഭവിക്കാം, ഉരുളനണിയിൽ സംഭവിക്കാം. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ, ഞാൻ പറഞ്ഞില്ല, മുഴുവൻ സ്ഥലങ്ങളിലും ജനവാസ മേഖലകളിലെ ഒരു അതിർത്തി, ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയകളിലെല്ലാം തന്നെ സർക്കാരിന്റെ ഫോറസ്റ്റിന്റെ അകത്ത് നിൽക്കുന്ന വന്യമൃഗങ്ങളെ ഫോറസ്റ്റ് നിർത്തുന്നതിന് വേണ്ടി ജനവാസ മേഖലയുടെ അടുത്ത് കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ച് സംവിധാനം ഒരുക്കി തരണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം, ജനപ്രതിനിധികളുടെ മുഴുവൻ ആവശ്യം. പി ജോഷി, ഇത് തന്നെയാവില്ല ഇനിയിപ്പോൾ ഒരു പ്രതിഷേധം? ഇപ്പോൾ വീണ്ടും എൽദോസിന്റെ മരണത്തിന് പിന്നാലെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും അവർ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തും. പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊരു പൂർണ്ണതയിലേക്ക് എത്തും എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കിടക്കുന്നുണ്ടല്ലോ ഒന്നും ആവാതെ. കാരണം മുഴുവൻ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്. കാരണം ഈ പറഞ്ഞതിന് ശേഷം വാഗ്ദാനങ്ങളും തന്നെ കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് വിശ്വാസമില്ലായ്മത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിന് കൃത്യമായിട്ട് ഒരു തീരുമാനം ഞങ്ങൾക്ക് തരണം, ആ തീരുമാനം നടപ്പിലാക്കി തരണം എന്ന് പറയുന്നത്. കാരണം സാധാരണ എന്നെ പോലുള്ള വാർഡ് മെമ്പർമാരാണ് ഇതിന്റെ തിക്താനുഭവം. കാരണം വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ട് ഇവിടുന്ന് ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെ കൊണ്ട് നടക്കും. പിന്നീട് നമ്മൾ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അന്ന് പറഞ്ഞ വാഗ്ദാനം എവിടെ നടപ്പിലാക്കി, എങ്ങനെ നടപ്പിലാക്കി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണ് ഇവർക്ക് മറുപടി കൊടുക്കേണ്ടത്. ഞാനടക്കമെന്ന ജനപ്രതികൾക്ക് പോലും ജീവൻ ഭീഷണിയാണ്. ഞങ്ങൾക്ക് ഒരു ആളുകൾക്ക് പോലും കുട്ടമ്പുഴ പഞ്ചായത്തിലെ പല ആളുകൾക്കും വീടിന് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ വന്യമൃഗശല്യം, കാട്ടാനശല്യം കൂടിയിരിക്കുകയാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൽ. തീർച്ചയായിട്ടും. എന്തായാലും പി ജോഷി, ഇതിനൊരു പരിഹാരം കണ്ടേ ഇതിൽ നിന്ന് പിന്തിരിയാവൂ. കാരണം ഇതിപ്പോൾ വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഇത് നിത്യസംഭവമായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടത്തായിട്ട് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ഇപ്പോൾ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. ഉരുളൻതണ്ണിയിലാണ് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. കൊടിയാട്ട് സ്വദേശി എൽദോസ് ആണ് മരിച്ചത്. ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു, 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വീട്ടിലേക്ക് എത്താനുള്ള നടത്തത്തിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്.
ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രതിഷേധം അവിടെ നടക്കുകയാണ്. ഇദ്വൽസിന്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രദേശവാസികൾ അവിടെ തടയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്.